ഒരു ദിവസം ഗുരു ഇല്ലാതായപ്പോൾ, ഗുരു പുറത്തു പോയപ്പോൾ ഗുരുകുലത്തിൽ പ്രഹ്ലാദൻ കൂടെയുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് ഉപദേശം. പ്രഹ്ലാദൻ ഉപദേശിക്കുകയാണ്, സ്നേഹിതന്മാരെ, ബുദ്ധിമാനായ മനുഷ്യൻ കുട്ടിക്കാലം മുതൽ തന്നെ ഭാഗവത ധർമ്മം ആചരിക്കേണ്ടതാണ്. ശരീരം, വാക്ക്, മനസ്സ് ഇവ കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഈശ്വര അർപ്പിതമായി ചെയ്യുക. അതാണ് ഭാഗവതധർമ്മം. ജീവന്റെ ലക്ഷ്യപ്രാപ്തി സാധിക്കണമെങ്കിൽ ഭാഗവതധർമ്മത്തിലൂടെ സാധിക്കും. മനുഷ്യജന്മം എത്രയോ ദുർലഭമാണ്. മറ്റെത്രയോ ജീവികളായി ജനിച്ച് അതിനുശേഷമാണ് മനുഷ്യജന്മം ലഭിക്കുന്നത്. അത് എത്ര കാലം നമ്മൾ ജീവിക്കുമെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ, കൗമാരപ്രായത്തിൽ തന്നെ ഭാഗവതധർമ്മം ആചരിക്കാൻ തുടങ്ങണം. ഇന്ദ്രിയ സുഖങ്ങളായ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ പ്രയത്നിച്ചില്ലെങ്കിലും കിട്ടും. കാരണം പൂർവ്വജന്മ കർമ്മഫലങ്ങളായ സുഖവും ദുഃഖവും അനുഭവിക്കാനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത്. ദുഃഖം